ആൻ്റണി പെപ്പയുടെ കാട്ടാളൻ കണ്ടു, അഥവാ കാട്ടിലെ കണ്ണൻ. ആ പേരിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റഡ് ബൈ പോൾ ജോർജ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഷരീഫ് മുഹമ്മദ്. മാർക്കോ പ്രൊഡ്യൂസ് ചെയ്ത പുള്ളിക്കാരൻ. കമ്പോസ്ഡ് ബൈ രവി ബാസ്റൂർ. പുള്ളിക്കാരൻ്റെ മ്യൂസിക് കുഴപ്പമില്ല, ഒരു ആവറേജ് മ്യൂസിക്, അല്ലാതെ മാർക്കോ ലെവലിലുള്ള മ്യൂസിക് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കുഴപ്പമില്ല, കേട്ടിരിക്കാം. പിന്നെ ഇതിലെ ടൈറ്റിൽ സോങ് അത് കിടിലം. അത് കാണുമ്പോൾ ആ വിഷ്വൽസോടൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സിനിമയുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും. അങ്ങനത്തെ ഒരു ടൈറ്റിൽ സോങ്ങും വിഷ്വൽസും ആയിരുന്നു ആ തുടക്കം. സോ തീം എന്താണെന്ന് വെച്ചാൽ, ആനക്കൊല്ലി എന്ന അതിമനോഹരമായ ഒരു കാട്. ആ കാട്ടിൽ താമസിക്കുന്ന ജഗദീഷേട്ടൻ്റെ ഫാമിലി, വേറെ കുറച്ച് കാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ. സോ ഇവരുടെയൊക്കെ പ്രശ്നം, മതമിളകി ആന അപ്പോഴപ്പോഴായിട്ട് ആനയ്ക്ക് മൂടുള്ളതുപോലെ ആൾക്കാരെ കൊല്ലും. അപ്പോൾ അതിനെ നിർത്തിക്കാനായിട്ട് ഇവരൊരു ഗുണ്ടയുടെ സഹായം തേടുന്നു. അതാണ് മാരിയണ്ണൻ അഥവാ സുനിൽ. അപ്പോൾ പുള്ളിക്കാരൻ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, ആനകളെ കൊന്ന് ഇവരെ രക്ഷിക്കാനല്ല, ആ കൊല്ലുന്ന ആനകളുടെ കൊമ്പെടുത്ത് വിൽക്കാം, അങ്ങനെ കോടീശ്വരനാവാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പുള്ളി ഇവരെ സഹായിക്കുന്നു എന്ന വ്യാജേന ഈ കൊമ്പുകളെല്ലാം വിറ്റ് കോടീശ്വരനാകുന്നു. ഒരു ഘട്ടത്തിൽ കാടിനെ തന്നെ പിടിച്ചു കെട്ടി, അല്ലെങ്കിൽ ഈ കാട്ടുവാസികളെയൊക്കെ ഇങ്ങേരുടെ അണ്ടറിലാക്കിയിട്ട് അവരെ പേടിപ്പിച്ച് ആ കാട്ടിൻ്റെ രാജാവായിട്ട് കഴിയുന്നു. അപ്പോഴാണ് നമ്മളെ വില്ലൻ്റെ എൻട്രി. വില്ലനായിട്ട് നമ്മുടെ മാർക്കോയിലെ സൈറസ് ആയിട്ട് അഭിനയിച്ച പുള്ളി, കബീർ സിംഗ്, പുള്ളിയാണ് വില്ലൻ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, ഇവരുമായിട്ട് ക്ലാഷ് ആവുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സുനിൽ വിളിച്ചു വരുത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കാട്ടിലെ കണ്ണനായ നമ്മുടെ പെപ്പെ അങ്ങനെ വരുന്നുണ്ട്. പെപ്പയുടെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ കൂട്ടുകാരാണ് നമ്മളെ ഹനാൻ ഷായും പിന്നെ വേറെ രണ്ടുപേരും. അത് പെപ്പയ്ക്ക് പോലും അറിയില്ല, കാരണം ഹനാൻ ഷാ ഈ സിനിമയിൽ ഇൻവിസിബിളാണ്. പുള്ളിയെ നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആ സിനിമയിൽ അഭിനയിച്ച് ആരും കാണുന്നില്ല. ബാക്കിയുള്ളവർ ഒരു വഴി പോകുമ്പം ഹനാൻ ഷായും വേറെ വഴി പോവും. പക്ഷേ ഇവരാർക്കും അറിഞ്ഞുകൂടാ ഹനാൻ ഷാ കൂടെ ഉണ്ടെന്ന്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ പുള്ളി. നല്ല അടിപൊളി ക്യാരക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സിദ്ദിഖുണ്ട്. സിദ്ദിഖ് നമ്മൾ മാർക്കോയിലുള്ള സെയിം ക്യാരക്ടറാണ്. സിദ്ദിഖാണ് ഈ നമ്മുടെ ആൻ്റണി പെപ്പയെ റെഫർ ചെയ്യുന്നത് ആർക്ക്, സുനിലിന്. സോ വാട്ടവർ. ഇതിൽ വില്ലൻ്റെ ഗ്യാങ്ങിൽ ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ചൊരു പുള്ളിയുണ്ട്. ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലോ, ഭയങ്കര ആക്ടിങ് ആണ് പുള്ളി. അതായത് ബിഹേവിങ് എന്ന് പറയുന്ന ആ സാധനമല്ല, ഒട്ടും നാച്ചുറലല്ല പുള്ളിയുടെ പെർഫോമൻസ് വെച്ചാൽ. മറ്റേ ഈ മാസം കാണിക്കുമ്പം ഈ ഒരു സാധനമൊക്കെ ഇട്ട് ഭയങ്കര ഓവർ ആക്ടിങ് നിന്ന്. ഇതിലൊരു സീനുണ്ട്, ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സീനിൽ പുള്ളി മെയിനായിട്ട് തമിഴനാണ്. ഇതിൽ തമിഴൻ, വേറെ ഒരുപാട് തമിഴ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ സംസാരിക്കുന്നതാണെങ്കിൽ തമിഴിലാണ്. ഈ പോലീസുകാരനായ തമിഴ് നിൽക്കുമ്പം പോലും ഈ വേറെ രണ്ട് ക്യാരക്ടേഴ്സ് തമിഴിൽ സംസാരിക്കും. ഇങ്ങേര് സംസാരിക്കുമ്പോൾ മാത്രം മറ്റേ ബംഗാളികൾ പറയുന്ന പോലെ, എന്നടാ ആണ്ടണി നിൻ്റെ ബാഗലുണ്ടാടാ പളമാണോ, ആ ഒരു സാധനം. ഈ ഡയലോഗുണ്ട്, പാണിപ്പൂടി എടുത്ത് വിളുങ്ങിക്കോ എന്നൊക്കെ. അപ്പോൾ അങ്ങേർക്ക് തമിഴാണെങ്കിൽ തമിഴിൽ തന്നെ പറഞ്ഞാൽ മതി, കാരണം ബാക്കി ക്യാരക്ടേഴ്സെല്ലാം തമിഴിലാണ് പറഞ്ഞത്. പുള്ളിയുടെ ഒരു മോഡുലേഷനും ആ രീതിയും എൻ്റെ പൊന്നെ ഭയങ്കര ശോകം പുള്ളി കേട്ടോ, വൻ അലമ്പ്. അങ്ങനെ വേറെ ഏതോ സിനിമ ഞാൻ കണ്ടിട്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ഒരു സീനുണ്ട് പുള്ളിയുടെ, നമ്മളെ പെപ്പെ ആംബുലൻസിൽ കുറച്ച് സ്മഗ്ലിങ് ചെയ്യാൻ നോക്കും. ആംബുലൻസിലുള്ള ഒരു സീനാണ്. ആ സീനിൽ നോക്കിക്കോ, ഈ പുള്ളി കിടന്ന് കാണിക്കുന്ന ഷോ, മറ്റേ ഒരു സ്ലോ മോഷനിൽ വരുന്ന കുറച്ച് സീനൊക്കെ ഉണ്ടോ, അയ്യോ വൻ രസം. അപ്പോൾ അങ്ങനെ വില്ലൻ്റെ കൂട്ടുകാർ, നായകൻ്റെ കൂട്ടുകാർ. ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം കുറേ നൈറ്റ് ഷോട്ട്സും കുറേ സ്ലോ മോഷൻ ഇടികളും. ഇതൊരു സാധാ ഇടി അല്ല, മറ്റേ വേറെ ലെവൽ അടി, ഫൈറ്റ്, വയലൻസ് അങ്ങനെ ഒന്നുമില്ല. ഒരു സാധാ ഇടിപ്പടം. അതിന് കുറേ രാത്രിയുള്ള ഷോട്ട്സിലെടുത്ത് വച്ചേക്കുന്നു, കുറച്ച് കൂടുതൽ സ്ലോ മോഷൻ എടുത്ത് വച്ചേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലൊക്കെ നല്ല പോളി ഇൻ്റർവെല്ലെന്ന് നമുക്ക് തോന്നും, അങ്ങനത്തെ ഇൻ്റർവെൽ. ഇതിൽ വില്ലനൊരു അനിയനുണ്ട്, ഒരു ഭീമസേനൻ. അടുത്ത മറ്റേ ഓവർ ആക്ടിങ്ങിൻ്റെ മെയിൻ പ്രിൻസിപ്പിളാണ് ഈ അനിയൻ. പുള്ളിയെ തട്ടുന്ന സീനൊക്കെ നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആണ്.
തട്ടിയിട്ട് പെപ്പെ നമ്മുടെ ഒരു സ്ലോ മോഷനിൽ ഒരു ഇരിപ്പ് ഇരിക്കും. ആ ഇരിപ്പൊക്കെ ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണ്, അതൊക്കെ കാണണം. പിന്നെ VFX, ആനകളുടെ മിക്ക VFXും കൊള്ളാം. വേറെ പ്രത്യേകിച്ച് VFX ഉണ്ടോ എന്ന് ചോദിച്ചാൽ VFX ഉണ്ടാകും, പക്ഷേ അതൊന്നും അറിയുന്നില്ല. VFX പരിപാടി അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാതെ ഇവർ തമ്മിലുള്ള ക്ലാഷ്, പുള്ളിക്കാരൻ വരുന്ന കാര്യം, നമ്മുടെ നായകനായ ആൻ്റണി പെപ്പെ വരുന്നു. പിന്നെ ഒന്നോ രണ്ടാമത്തെ അടിയൊക്കെ ഇതുപോലെ സ്ലോ മോഷൻ, കട്ട സ്ലോ മോഷൻ. അടിയൊന്നും നമുക്ക് ഏക്കൂല, അടിയേക്കണ നമ്മൾ ഇങ്ങനെ ഇരിക്കും, വേറെ ഒരു രീതിക്ക് ഒരു ഇമ്പാക്റ്റ് ഇല്ല, അങ്ങനത്തെ അടി സീന്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ഐറ്റം ഡാൻസോട് കൂടി തുടങ്ങും. ആ ഐറ്റം ഡാൻസ് ആണെങ്കിൽ നല്ല രീതിക്ക് കാവാലയായിട്ട് നല്ല സിമിലാരിറ്റി. അതിലൊരു പ്രത്യേക ബീറ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പാടാൻ തന്നു, അടുത്ത കാവാലയാണ് എന്നുള്ള. കളിക്കുന്നതാണെങ്കിൽ സുനിൽ, പിന്നെ ഒന്നും പറയണ്ട. അങ്ങനെ ഐറ്റം ഡാൻസ് കഴിയുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് തുഷാര വിജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരിയൊക്കെ നമ്മുടെ നായകനായ പെപ്പയുടെ ടീം. അങ്ങനെ തുഷാര വിജയൻ, പിന്നെ ഒരു ചെറിയൊരു ക്യാമിയോ റോളിൽ 2 പേര് വരുന്നുണ്ട്. അവസാനം ഒരു ക്യാമിയോ റോളിൽ ഒരാൾ വരുന്നുണ്ട്. ആദ്യത്തെ 2 ക്യാമിയോ റോൾ കുഴപ്പമില്ല, അവസാനത്തെ ക്യാമിയോ റോൾ ചുമ്മാ വെറുതെ ഒരു കാര്യമില്ലാതെ ഒരു ക്യാമിയോ റോൾ. പിന്നെ സുനിൽ ഇതിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഫാമിലിയെ കൊല്ലുന്നൊരു സീനുണ്ട്. അതിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, കുഞ്ഞു പിള്ളേരിലെ ഒരു കുഞ്ഞു കുട്ടി. ആ കുട്ടി നമ്മളെ അതിലുള്ള മെയിൻ ക്യാരക്ടറിൻ്റെ ഒരു ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് ആ കുട്ടിയെ കൊല്ലുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇമോഷൻ വരണം, അതാണ് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും തോന്നില്ല, നമ്മൾ അങ്ങനെ ഇരുന്ന് കാണുകയാണ്. കാരണം ആ ഒരു ഇമ്പാക്റ്റേ ഉള്ളൂ, മറ്റൊരു തരത്തിലും നമുക്ക് ആ ഇമോഷൻ കണക്റ്റ് ആവില്ല. ഇവർ കരയുന്നുണ്ട്, മറ്റേ റിവഞ്ച് എടുക്കണമെന്നുള്ളത് കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും ഇവിടെ ഫീൽ ആവില്ല. അങ്ങനെ പ്രത്യേകിച്ച് പറയാനും മാത്രം ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു അടിപ്പടം, പാളിപ്പോയൊരു പടം. നല്ല ഓവർ ആക്ടിംഗ് ഒക്കെ കാണണമെങ്കിൽ പോയി കാണാം. ആൻ്റണി പെപ്പയെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്തൊരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പുള്ളിക്കാരൻ പറയുന്ന പല ഡയലോഗുകൾ നമുക്ക് കേൾക്കുമ്പം മറ്റേ പിള്ളേരെ നമ്മൾ സ്റ്റേജിലോട്ട് വിടുമല്ലോ, ഡയലോഗൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പോയി പറയണം എന്ന്, അതേപോലെ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു കാറ്റുപോയ ബലൂൺ പടം.